നിന്റെ ദേശത്തെയും, അതിൻ്റെ 1-ാം വാക്യം, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അപ്പോൾ 2-3 പ്രത്യേക കാര്യങ്ങൾ അവിടെ അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ ദേശം വിടണം. രണ്ടാമത്, നിന്റെ ചാർച്ചക്കാരെ വിടണം. മൂന്നാമത്, നിന്റെ പൃഥുഭവനത്തെ വിടണം. ഈ 2-3 കണ്ടീഷൻസ് കർത്താവ് പറയുന്നു. എന്നാൽ ഈ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ 12:4 വരുമ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞ ഹല്ലേലൂയ ദൈവം സംസാരിക്കുന്നത്, നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പൃഥുഭവനത്തെ വിടണം. അപ്പോൾ എന്ത് ദൈവം കൽപ്പിച്ചോ അതുപോലെ അനുസരിക്കുന്നത്, അതുപോലെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തായ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹാരാന്റെ മകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനായിരുന്നു. ഈ ഹാരാന് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ചിന്തിച്ചത് ഒരു കാര്യമാണ്, ഈ 75 വയസ്സുള്ളതായ അബ്രഹാമിനെ പെട്ടെന്ന് ദൈവം വിളിക്കുകയാണ്. കുഴമ്പൊക്കെ പുരട്ടി 75 വയസ്സുണ്ട്, വീട്ടിൽ കുത്തിയിരിക്കേണ്ടതായ മനുഷ്യൻ ഇപ്പം ഭയങ്കര ഒരു വിളി വരികയാണ്. ഹല്ലേലൂയ. ആ വിളി ഹല്ലേലൂയ, നീ നിന്റെ പൃഥുഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശവും വിടണം, ഇവിടെ പാർക്കാനൊക്കത്തില്ല, നീ പൊക്കോണമെന്നാ പറയുന്നത്. അപ്പോൾ ഈ വിളി കേട്ട് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, സഹോദരൻ ഹാരാന്റെ മകന് ഒരു 10-12 വയസ്സുണ്ട്. അവൻ ഓടിയൊക്കെ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാപ്പൻ, ഞങ്ങളുടെ നാട്ടിലെ ഈ അപ്പൻ്റെ അനിയൻ വിളിക്കുന്ന പേര് ഉപ്പാപ്പൻ എന്നാണ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ എന്തോ വിളിക്കുന്നത്. അപ്പോൾ അപ്പാപ്പൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ, അവിടെ പോയി ഇതെടുക്കുന്നു, ഇവിടെ പോയി ഇതെടുക്കുന്നു, ഒരു തോല് സഞ്ചിയിൽ ചില കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ ഇടുകയാണ്. അപ്പോൾ എവിടെയോ അപ്പാപ്പൻ പോകുവാൻ ഒരുങ്ങുന്നതായിട്ട് ഈ ലോത്തിന് തോന്നിക്കാണും. അപ്പോൾ ഹല്ലേലൂയ, അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചു ചെറുക്കൻ ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പാപ്പ എവിടെയാണ് പോകുന്നത്? അപ്പോൾ അപ്പാപ്പൻ ഈ 4 കണ്ണുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചന് ഇതൊക്കെ ചോദിച്ചപ്പോൾ അബ്രഹാം പറയാണ്, ഞാൻ പുറപ്പെടുകയാണ് സാറയുമായിട്ട്, നിനക്ക് കൂടെ വരണമെങ്കിൽ നിനക്കും വരാം മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കൈക്ക് പിടിച്ച് ഈ കൊച്ചനെ കൊണ്ട് പോകുന്നതായ ഹല്ലേലൂയ ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.